ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നെയ്പ്പത്തലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പുട്ടുപൊടിയാണ് എടുക്കുന്നത്. ഞാൻ പുഴുങ്ങലരിൻ്റെ പുട്ടുപൊടി ഉണ്ടാക്കി വെച്ചതാണ്, പൊടിച്ച് വറുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ തേങ്ങയും പെരിഞ്ജീരകവും ചെറിയുള്ളിയാണ്, കുറച്ചധികം ചെറിയുള്ളി വേണം. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ശരിക്കിത് നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഈ തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ അത് പിന്നെ പുട്ടുപൊടി ഉള്ളത് കൊണ്ട് ഈ തേങ്ങ ഇത് മാത്രം അരപ്പുണ്ടാക്കിയിട്ട് ഈ പൊടീൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല വെള്ളം തിളപ്പിച്ചിട്ട് തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയാണ് ഉണ്ടാക്കുന്നത്. അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഈ നെയ്പ്പത്തൽ. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഈ പിന്നെ തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ അരച്ചതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം തുണീൻ്റെ മുകളിലാണ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. പിന്നെ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ. ഓയിൽ നല്ലോണം ചൂടാവുന്ന സമയത്ത് ഈ നെയ്പ്പത്തൽ അതിലേക്ക് ഇട്ടിട്ട് നല്ല ബോൾ പോലെ ആയി വരും. അപ്പോൾ കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഈ ഒരു നെയ്പ്പത്തൽ. നമ്മളാരെയും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും പിന്നെ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഉണ്ടാക്കുക നെയ്പ്പത്തലാണ്. അപ്പോൾ ഈ നാട്ടിലൊക്കെ മലപ്പുറത്ത് നൈസ് പത്തിരിയാണ് ഇവർ ഇങ്ങനെ പ്രധാനമായിട്ട് ഉണ്ടാക്കുക. പക്ഷേ അതേപോലെ നമ്മൾ കണ്ണൂർ ഉണ്ടാക്കുന്നതാണ് നെയ്പ്പത്തൽ. അപ്പോൾ പിന്നെ വേഗം ഉണ്ടാക്കാനും കഴിയും. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല നെയ്പ്പത്തൽ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അമ്മ അവിടെ നെയ്പ്പത്തൽ ഉണ്ടാക്കും. ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. അപ്പം ഏട്ടൻ ഇതൊക്കെ അമ്മ വരുമ്പോൾ പറയും അമ്മയോട് നെയ്പ്പത്തൽ ഉണ്ടാക്കി തരണം എന്നറിയാം. അപ്പം അങ്ങനെ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ആണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം നമ്മളൊന്ന് ഇങ്ങനെ പരത്തിയിട്ട് എണ്ണയിലേക്കിട്ട് അത് ആയി വരുമ്പോഴേക്കും തന്നെ നമുക്ക് അടുത്തത് പരത്താൻ പറ്റും. അപ്പോൾ അത് പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാവും. അങ്ങനെ വേഗം വേഗം ചുട്ടെടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.